രാജീവ് ചന്ദ്രശേഖരൻ ഒരു തിരിച്ചുവരവുണ്ടാകില്ല എന്നാണ് അവിടെ UDF-ന്റെ പ്രവർത്തകർ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇനി അത്രയ്ക്കുള്ള വോട്ടുകളേ ഉള്ളൂ എന്നവർ കരുതുകയാണ്. തൃശ്ശൂരിൽ 73,120 ഉയർന്നിരിക്കുന്നത് 73,120 വോട്ടായി. തൃശൂർ BJP ഉറപ്പിക്കുമ്പോൾ തിരുവനന്തപുരം അത് ഞാനിന്മേലാണ്. നിലവിൽ ശശി തരൂർ അതിന്റെ മേധാവിത്വം എടുക്കുകയും ചെയ്യുന്നു. 10,000-ത്തിനടുത്തുള്ള ഭൂരിപക്ഷത്തിലേക്ക് ലീഡിലേക്ക് നിലവിൽ പോവുകയാണ്. അവിടുത്തെ ഡാനുണ്ട് KPCC ആസ്ഥാനത്ത്. അവിടെ നിന്നുള്ള ആത്മവിശ്വാസം ഇനി ഈ 10,000-ത്തെ തിരിച്ചു പിടിക്കുക എന്നത് സാധ്യമല്ല എന്നൊരു വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തുന്നുണ്ടോ, അണികൾ എത്തുന്നുണ്ടോ? ഡാൻ അവസാന മണിക്കൂറുകളിൽ ആ ലീഡ് നില മാറി മറിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നേതാക്കൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആകാംക്ഷയുടെ മുൾമുനയിൽ KPCC ആസ്ഥാനം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം നഗരപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള മേഖലകളിലെയും വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന സമയത്തായിരുന്നു ആശങ്കയുണർത്തുന്ന തരത്തിലേക്ക് തുടർച്ചയായി രാജീവ് ചന്ദ്രശേഖരന് ലീഡ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ പിന്നീട് കാര്യങ്ങൾ ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 15,000-നും 20,000-നും ഇടയിൽ വോട്ടുകൾക്ക് ശശി തരൂർ ജയിക്കുമെന്ന വിലയിരുത്തലാണ് KPCC നേതൃത്വം ഏറ്റവും ഒടുവിൽ പങ്കുവെക്കുന്നത്. ഏതായാലും വോട്ടെണ്ണൽ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ 20,000-ത്തിലധികം വോട്ട് തിരുവനന്തപുരത്ത് നിന്ന് 4ാമതും 3 ലക്ഷത്തിൽ പരം വോട്ട് എണ്ണാനുണ്ട് എന്നായിരുന്നു അരുൺ ഒടുവിൽ നൽകിയ വിവരം. ഇനി ഇപ്പോൾ ലഭിക്കുന്ന സൂചന എന്താണ്? എത്ര വോട്ടുകളാണ് ഇനി ബാക്കിയുള്ളത് എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് UDF അനുകൂല മേഖലകളിലുള്ള വോട്ടാണ് എന്ന് തന്നെയാണ് സാഹചര്യം ഇനിയുമുണ്ട് എന്നാണോ ഡാൻ? സ്വാഭാവികമായി തരൂര് ലീഡ് ഉയരുന്ന തരത്തിലേക്ക് മാറാനുള്ള സാധ്യതയാണ് എന്ന് തന്നെയാണ് ലഭ്യമാകുന്നത്. എന്തായാലും ഇത്തവണയും തീരം കാക്കും എന്ന് വേണം, തീരദേശം കാക്കുന്നു വിശ്വപൗരനെ എന്ന് വേണം മനസ്സിലാക്കാൻ. VV അരുൺ, ഇനി വോട്ടെണ്ണൽ ഇതാ ഇപ്പോൾ ചിത്രം പാടെ മാറിയിരിക്കുന്നു. 10,000 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 5,000-ത്തിലേക്ക് താഴുന്നു. അതിനെ മറികടക്കുന്നു. ഇപ്പോൾ 10,000-ത്തിനടുത്ത് ലീഡിലേക്ക് ശശി തരൂർ എത്തിയിരിക്കുന്നു. ഇനി അതിലൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ടോ BJP ക്യാമ്പിന്? BJP ക്യാമ്പിൽ നിന്ന് BJP നേതാക്കളെ ഇവിടെ കാണുമ്പോൾ അവരിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നു അത്ര വലിയ പ്രതീക്ഷ രാജീവ് ചന്ദ്രശേഖരന് ഇല്ല എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ് കണക്ക് കൂട്ടിയ പോലെ, കോൺഗ്രസ് പ്രതീക്ഷ പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ ഉണ്ടായ ലീഡ് 20,000 വരെ എത്തിയാൽ ആ റൗണ്ട് എത്തുമ്പോൾ 8ാം റൗണ്ടൊക്കെ എത്തുമ്പോൾ 20,000 വരെ ലീഡ് വന്നാലും പേടിക്കാനില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് ക്യാമ്പിലുണ്ടായിരുന്നു. അത് അതേപടി വന്നു. പക്ഷെ അവിടെ 23,000 കടന്ന് 25-നടുത്തേക്ക് രാജീവ് ചന്ദ്രശേഖരൻ ലീഡ് പോയപ്പോഴാണ് കോൺഗ്രസ് ക്യാമ്പ് ഒന്ന് പകച്ചത്. പക്ഷേ അതിനുശേഷം വളരെ കൃത്യമായി തന്നെ മറ്റു സ്ഥലങ്ങളിൽ തീരദേശ മേഖല അടക്കമുള്ള കോൺഗ്രസിന്റെ ശക്തി മേഖലകളിൽ UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൃത്യമായ വോട്ട് പിടിക്കാൻ തരൂറിന് കഴിഞ്ഞു. നേരത്തെ നമ്മൾ അവിടെ സൂചിപ്പിച്ചതുപോലെ തീരം കാക്കുകയാണ് ശശി തരൂരിനെ ഈ 3ാം തവണയും. ആദ്യ തവണ അദ്ദേഹം അനായാസം ജയിച്ചുപോയി. എന്നാൽ 2014-ലും 19-ലും തീരമേഖല, പാറശാല, നെയ്യാറ്റിൻകര, കോവളം മണ്ഡലങ്ങൾ തരൂറിനെ അക്ഷരാർത്ഥത്തിൽ താങ്ങി നിർത്തുകയായിരുന്നു. കഴിഞ്ഞ തവണ ന്യൂനപക്ഷ മേഖലയിലെ വലിയൊരു വോട്ട് വിഹിതം തരൂരിലേക്ക് വന്നു. ഇത്തവണയും അത് അതേപടി സംഭവിച്ചു. അത് പന്നിരവീന്ദ്രനിലേക്ക് കൂടി ഭാഗം വെച്ച് പോകുമെന്ന ആശങ്കയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടായിരുന്നത്. BJPയും അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. ന്യൂനപക്ഷ മേഖലയിലെ വോട്ടുകൾ, തീരമേഖലയിലെ വോട്ടുകൾ പന്നിരവീന്ദ്രൻ കൂടി ക്യാൻവാസ് ചെയ്താൽ അത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു BJP കേന്ദ്രങ്ങൾക്ക്. പക്ഷേ അതുണ്ടായില്ല. തീരവും ന്യൂനപക്ഷങ്ങളും ഇത്തവണയും ശശി തരൂരിനൊപ്പം നിന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. അത് തന്നെയാണ് ശശി തരൂരിന്റെ ഇപ്പോഴത്തെ മുന്നേറ്റത്തിന് കാരണം. ഇനി തരൂർ പിന്നിൽ പോകേണ്ട സാധ്യത വിരളമാണ്. എങ്കിലും തീരമേഖലകളിൽ കൂടി രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ പ്രവർത്തനവും വളരെ ശ്രദ്ധേയമായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു പ്രതീക്ഷ ഇപ്പോഴും BJP കേന്ദ്രങ്ങൾക്കുണ്ട്. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഒരു സന്തോഷത്തിന്റെ അന്തരീക്ഷമല്ല BJP ക്യാമ്പുകളിലും കൗണ്ടിംഗ് സെന്ററിന് പുറത്തേക്ക് വരുന്ന BJP നേതാക്കളുടെ ശരീരഭാഷയിലും ഉള്ളത്. തരൂരിനെ ഒരിക്കൽ കൂടി എന്നതാണ് അരുൺ നൽകുന്ന സൂചന. ഇനി ഇത് മാറി മറിയാനുള്ള സാഹചര്യം വിരളമാണ് എന്ന് തോന്നുന്നു. ഏറ്റവും ശക്തമായ മത്സരം രാജീവ് ചന്ദ്രശേഖർ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് പരാജയത്തിലേക്ക് പോകേണ്ടി വരുന്ന സാധ്യതയാണ് ഇപ്പോൾ അവിടെ VV അരുണും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. UDF ക്യാമ്പിൽ വലിയ ഉണർവാണ് ശശി തരൂരിന്റെ തിരിച്ചുവരവ് നൽകുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലും എതിർക്കുന്ന ശബ്ദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഏറ്റവും നന്നായി ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്ന, ഏറ്റവും നന്നായി സംസാരിക്കുന്ന നേതാവിനെ ഇത്തവണ തിരുവനന്തപുരത്ത് നിന്ന് പാർലമെന്റിലേക്ക് അയക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് വലിയ നഷ്ടമാകും എന്ന് കോൺഗ്രസിന് കൂടി ശശി തരൂരിന്റെ ലീഡ്
വരികയാണ് തിരുവനന്തപുരത്ത്. ശശി തരൂരിന്റെ ലീഡ് 10,000-ത്തിനടുത്തേക്ക് എത്തുമ്പോൾ അത് വിജയത്തിലേക്ക് 100 വോട്ടിന് കുറവുണ്ടാവുന്നത് എങ്കിൽ പോലും അത് വിജയത്തെ മറികടക്കുന്ന ഒന്നായിരിക്കില്ല എന്നാണ് UDF ക്യാമ്പ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. ഇത്തവണ ഒരിക്കൽ കൂടി മണിക്കൂറുകളോളം ആശങ്കയുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇത്തവണയും UDF ക്യാമ്പിൽ നിന്ന് തന്നെ ശശി തരൂർ തന്നെയാകും തിരുവനന്തപുരത്തിന്റെ MP എന്ന് പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിൽ നിന്ന് 2 അംഗങ്ങളെ അയക്കാമെന്ന NDAയുടെ മോഹങ്ങൾ കൂടിയാണ് ശശി തരൂരിന്റെ വിജയത്തോടുകൂടി പൊലിയുന്നത്. അപ്പോഴും അതിശക്തമായ മത്സരം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് വിലയിരുത്തേണ്ടി വരുന്നു. ആറ്റിങ്ങലിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടന്നത്. 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഏറ്റവും ഒടുവിൽ അത് 2000-ൽ താഴെ എന്ന നിലയിലേക്ക് ലീഡ് ആറ്റിങ്ങലിൽ നിലനിൽക്കുമ്പോൾ 1377 വോട്ടിന്റെ ലീഡാണ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനുള്ളത്. ഏറ്റവും ഒടുവിലെ ടാലി പരിശോധിക്കുമ്പോൾ കേരളത്തിൽ 20 സീറ്റുകളിൽ UDF ഇപ്പോഴിതാ 18 മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. ആലത്തൂർ മാത്രമാണ് ഇടതുപക്ഷത്തിന് അവകാശപ്പെടാൻ സാധിക്കുന്ന ഏക സീറ്റ്. രമ്യ ഹരിദാസിന് തിരിച്ചടി നേരിടുന്നു. 12,000-ത്തിലധികം വോട്ടിന്റെ ലീഡിൽ ആണ് ഇപ്പോൾ ആലത്തൂരിൽ നിന്ന് രാധാകൃഷ്ണൻ മുന്നിട്ട് നിൽക്കുന്നത് എങ്കിൽ കോട്ടയായിരുന്നു അവിടെ അന്നുണ്ടായത് ഒരു യാദൃച്ഛിക സംഭവം മാത്രമാണ് രമ്യയുടെ വിജയം.